നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? 4 സ്തംഭങ്ങളാണ്. കുടുംബജീവിതത്തിന് 4 സ്തംഭങ്ങൾ ഉണ്ടാക്കി. ഒന്നാമത്തെ സ്തംഭത്തിൻ്റെ പേര് സഹൃദയം. ഒരു വാക്കാണ് സഹൃദയം. എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര ഗംഭീരമായ വാക്കാണ് സഹൃദയം. രണ്ടാമത് എന്താണ്? സാമനസ്യം. സാമനസ്യം ഒരു വാക്ക്, ഒരു പ്രയോഗമല്ല, മറിച്ച് ജീവിതത്തെ മുഴുവൻ നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒന്നാണ് സഹൃദയം എന്നുള്ള വാക്ക്. സാമനസ്യം എന്ന വാക്ക്. അവിദ്വേഷം എന്ന വാക്ക്. 3 വാക്കുകൾ എടുത്തു നോക്കൂ. അവിദ്വേഷം. 4ാമത് വത്സം ജാതമിവാഗ്നിയ സഹൃദയം. അല്ലേ? വത്സം ജാതമിവാഗ്നിയ എന്ന് പറയും. 4ാമത്തെ വാക്ക് അതാണ്. വത്സം ജാതമിവാഗ്നിയ. സഹൃദയം, സാമനസ്യം, അവിദ്വേഷം, വത്സം ജാതമിവാഗ്നിയ. ഇനി നമുക്ക് ഇതിൻ്റെ വളരെ വിശദമായി പഠിച്ചാൽ, സഹൃദയം എന്ന വാക്കിന് അക്ഷരാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ഒരേ ഹൃദയം എന്നാണ്. ഒരേ ഹൃദയം, ഒറ്റ ഹൃദയമായി തീരുക. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് ഒരേ ഹൃദയമായി തീരുക എന്ന് പറയും. ഏറ്റവും രസകരമായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കട്ടെ. ആധുനിക ന്യൂറോ സയൻസ് ഇതിനെ വിളിക്കുന്നത് മറ്റൊരു പേരിലാണ്. ന്യൂറൽ സിൻക്രണി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ന്യൂറൽ സിൻക്രണി. ഇതേ വാക്ക് എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? സഹൃദയം. ന്യൂറൽ സിൻക്രണിയാണ്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ യൂരി ഹാസൻ നടത്തിയ ഒരു പരീക്ഷണമുണ്ട്. ആ പരീക്ഷണം നമ്മളൊന്ന് പഠിച്ചാൽ നല്ല രസമാണ്. അടുത്ത് ബന്ധമുള്ള 2 പേർ പരസ്പരം സംസാരിക്കുമ്പോൾ അവർ ഈ തലച്ചോറിൻ്റെ ഒരു സ്കാനിങ് എടുത്തു. അതിശയകരമായ ഒരു കണ്ടെത്തൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ, അപ്പോൾ അവരുടെ മസ്തിഷ്ക തരംഗങ്ങൾ ഒരേ താളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തി. ഒരേ താളത്തിൽ 2 മസ്തിഷ്കങ്ങളും ഒരേ താളത്തിൽ പ്രവർത്തിക്കുന്നു. ഒരാൾ പറയുന്നത് മറ്റേയാളുടെ മസ്തിഷ്കം മുൻകൂട്ടി അനുഭവിക്കാൻ തുടങ്ങുന്നു. ഇതിൻ്റെ പേരാണ് സഹൃദയം. അതുപോലെ ഈ MRI നടത്തി കണ്ടുപിടിച്ചാലും ശരി, MRI നടത്താണ്ട് കണ്ടുപിടിച്ചാലും ശരി, ഇതാണ് സഹൃദയം എന്ന് പറയുന്നത്. നമ്മുടെ ഋഷിമാര് ഫങ്ഷണൽ MRI ഒന്നും ഇല്ലാതെയാണ് ഇത് മനസ്സിലാക്കി പറയുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അവർക്ക് ഇതൊന്നും വേണ്ടിയിരുന്നില്ല. അവർ കാര്യം മനസ്സിലാക്കി, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ജീവിച്ചു കാണിച്ചു. ഇവിടെ MRI എടുക്കുന്നുണ്ട്. MRI എടുക്കുന്ന സ്ഥലത്ത് തന്നെ സഹൃദയം ഇല്ല. അതാണ് നമ്മളൊരു കുഴപ്പം. ഒക്കെ ശാസ്ത്രമുണ്ട്, മനസ്സില്ല. ശാസ്ത്രമുണ്ടെങ്കിൽ കാര്യമില്ല, മനസ്സും കൂടി ഉണ്ടാവണം. ശാസ്ത്രം എന്ത് പറയുന്നു എന്ന് ജീവിതത്തിലെ ബുദ്ധിക്കും ഹൃദയത്തിനും മനസ്സിലായാലേ ആ ശാസ്ത്രത്തിന് പ്രാധാന്യമുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഫങ്ഷണൽ MRI നോക്കി ഇരുന്ന് കഴിഞ്ഞിട്ട് 2 മസ്തിഷ്കവും തമ്മിൽ ഭയങ്കര ന്യൂറൽ സിൻക്രണി ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളെ വീട്ടിൽ എപ്പോഴാണ് അവസാനമായിട്ട് കുടുംബമായി ഫോണില്ലാതെ 15 മിനിറ്റ് ചെലവഴിച്ചത് എന്നുള്ളതാണ് മുഖ്യമായ പ്രശ്നം. അതാണ് ന്യൂറൽ സിൻക്രണി എന്ന് പറയുന്നത്. ഭക്ഷണ സമയത്ത് TV-യോ മൊബൈലോ ഇല്ലാതെ പരസ്പരം മുഖത്തേക്ക് നോക്കി സംസാരിച്ചിട്ട് എത്ര കാലമായി? ഇതാണ് പ്രശ്നം. അവിടെ സഹൃദയമില്ല. വേദം പറഞ്ഞ സഹൃദയം ഇല്ലാതായി പോകുന്നത് ഇവിടെയാണ്. നമ്മൾ 15 മിനിറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഫോണങ്ങ് ദൂരെ മാറ്റി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതാണ് മുഖ്യമായ പ്രശ്നം. ഇത് പഠിച്ചാലേ നമുക്ക് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പറ്റൂ. നേച്ചർ ന്യൂറോ സയൻസ് ജേണലിൽ ഒരു പഠനം വന്നു. നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിൻ ഉണ്ട്, നേച്ചർ ന്യൂറോ സയൻസ്, ഒരു ജേണലാണ്. ആ ജേണലിലെ പഠനത്തിൽ പറയുന്നത് അമ്മയും കുഞ്ഞും തമ്മിലെ കണ്ണുകൾ കൂട്ടിമുട്ടുമ്പോൾ 2 പേരിലും ഓക്സിറ്റോസിൻ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഹോർമോൺ ഉയരുന്നുണ്ട് എന്നാണ്. അതായത് ഐ കോണ്ടാക്ട് എന്ന ചെറിയ കാര്യം ഇത്രയധികം ശക്തമാണ്. നമ്മളെ വീട്ടിലുള്ള ആൾക്കാരാ, പക്ഷെ 2 ആളും കണ്ണിൽ നോക്കി സംസാരിക്കൂല. അപകർഷതാബോധം വേട്ടയാടുന്ന സമയത്ത് പരസ്പരം കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റില്ല. ഒളിക്കാനുണ്ടാവുമ്പോൾ പരസ്പരം കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അച്ഛൻ ഫോണിൽ ഇരുന്ന് ഓഫീസിൻ്റെ മെയിൽ വായിക്കുന്നു, ഓഫീസിലെ കാര്യങ്ങൾ ചെയ്യുന്നു.
അമ്മ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഫാമിലി ഗ്രൂപ്പിൽ, കസിൻസിൻ്റെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പിൽ ഇരുന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികളാണെങ്കിലോ യൂട്യൂബിലാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ്. എല്ലാവരും ഒരു മുറിയിലുണ്ട്, പക്ഷെ ഒരു ലോകത്തില്ല. എല്ലാവരും റൂമിലുണ്ടാവും, പക്ഷെ ലോകത്തിലുണ്ടാവില്ല. ഇങ്ങനത്തെ ഒരു ജീവിതം നയിക്കുന്നവരോടാണ് വേദം പഠിപ്പിക്കാൻ ഇറങ്ങേണ്ടത്. അതാണ് ഇതിൽ ഏറ്റവും രസകരമായ സംഭവം. വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനം നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. പലരും ഇത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഭക്ഷണ സമയത്ത് സ്ക്രീൻ ഉപയോഗിക്കുന്ന കുടുംബങ്ങളിൽ കുട്ടികൾക്ക് 40% വൈകാരിക പ്രശ്നങ്ങൾ കൂടുതലാണത്രേ. ഭക്ഷണ സമയത്ത് സ്ക്രീൻ ഉപയോഗിക്കുന്ന കുടുംബങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുട്ടികൾക്ക് 40% വൈകാരിക പ്രശ്നങ്ങളുണ്ട്, കൂടുതലായിട്ട് വരുന്നു. എന്താ കാരണം? സഹൃദയം നഷ്ടമായി. അത് തന്നെ. നമ്മൾ ആൾക്കാർ ചോദിക്കും, എന്തിനാ വേദം പഠിപ്പിക്കുന്നത്, കുട്ടികളെ വേദം പഠിപ്പിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന കേൾക്കാം. കുട്ടികളെ വേദം പഠിപ്പിക്കണോ എന്ന ചോദ്യത്തിന് ഏറ്റവും നല്ല ഉത്തരം ഇത് തന്നെയാണ്. സഹൃദയം നഷ്ടപ്പെടുത്താതെ കുട്ടികളെ ഒരുമിച്ച് നിർത്താൻ നമുക്ക് കഴിയുക എന്നത് തന്നെയാണ് മുഖ്യമായ കാര്യം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.